ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കൺട്രോൾ ഇങ്ങനെ വെക്കുന്നതിന് പകരം കൺട്രോൾ ഇങ്ങനെയാണ് നമ്മളെ ബോർഡിലെ കണക്ഷനിൽ വരിക. അത് നേരെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ആയിരിക്കും. അതാണ് നേരത്തെ ഞാൻ കാണിച്ച ആ വെച്ച് ഫോട്ടോയിൽ നിങ്ങൾ കണ്ട തംബ്നെയിലിൽ കണ്ട ചിത്രം. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ബാസ് ട്രബിൾ കൺട്രോൾ, അത് നമ്മൾ ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് വാങ്ങുന്ന ഒരു വില കുറഞ്ഞ സാധനമാണ് എല്ലാം 324 വെച്ച ബാസ് ട്രബിൾ കൺട്രോൾ. അപ്പൊ ബാസ് ട്രബിൾ കൺട്രോൾ നമ്മൾ കൺട്രോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കണം. അതായത് നമുക്ക് കൺട്രോൾ ബാസ് ട്രബിൾ ബോർഡിന്റെ മുകളിൽ നിന്നുള്ള കണക്ഷനാണ് നോർമലി എല്ലാവരും കണക്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ തെറ്റി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അത് വലിയൊരു സംഭവം ചോദ്യമൊന്നുമല്ല. നമുക്ക് ഇങ്ങനെ വെക്കുന്നതിന് പകരം ആ വയറിങ് നേരെ തിരിച്ചു കൊടുത്താൽ കണക്ഷൻ കറക്റ്റായി. പക്ഷെ നമുക്കത് ചോദ്യം മറ്റൊന്നാണ്. അതായത് ബാസ് ട്രബിൾ ബോർഡിന് മുകളിൽ കൺട്രോൾ ഇങ്ങനെ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നേരെ കേസിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. അപ്പൊ അങ്ങനെ വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല സൗകര്യമാണല്ലോ. ഏത് കണക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. ഇനി അതല്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. പക്ഷെ ഇങ്ങനെ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമുക്കിത് പല കേസുകളിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം അതിങ്ങനെ വെച്ച് സൂട്ടാക്കാൻ പറ്റുമോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബോർഡിൽ കൺട്രോൾ സെറ്റ് ചെയ്താൽ ഇങ്ങനെ വെച്ച് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ ഇന്ന് ഔട്ടും വോൾട്ടേജും കൊടുത്താൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആയിട്ടുള്ള കണക്ഷനും കിട്ടും. ഒരുപാട് നീറ്റ് പോകും. അപ്പൊ ഇങ്ങനെ വെക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് അതിന് പറ്റിയ കേസ് വേണം. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ അസംബിൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഈ ഡെക്കുകളിൽ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ഫിക്സ് ആവും. നമുക്ക് അത് തമ്മിൽ നമ്മളെ വളരെ ഒരു വ്യത്യാസമില്ല. നേരെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോ ഇങ്ങനെ ബാസ് ട്രബിൾ കൺട്രോൾ, അതായത് ഇതും ഈ ബാസും ഈ ട്രബിളും ഇതിൽ സൂട്ടാവണം. അപ്പൊ ഇത് നമ്മൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിപ്പോ എങ്ങനെ വരിക എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ ഇത് കറക്റ്റ് ആവും. വയറിംഗ് ഒക്കെ നമ്മൾ അടി കൂടെ വെച്ചിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം. അപ്പോ ഇങ്ങനെയുള്ള അസംബിൾ ചെയ്യുന്ന കേസുകളിൽ ഇത് കുഴപ്പമില്ല. അതേസമയം ഇങ്ങനെയുള്ള കേസുകളിലോ നമ്മൾ ഇതിങ്ങനെ വെച്ചാൽ ഇത് കറക്റ്റ് അല്ല. നമ്മൾ ഇത് ബെൻഡാക്കിയോ മറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് സൂട്ടബിൾ ആക്കേണ്ടി വരും. അല്ലാതെ ഇത്രയും കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് കിട്ടുന്നില്ല. കണ്ടോ, നമ്മൾ നാട്ടിൽ വാങ്ങാൻ കിട്ടുന്ന നോർമൽ ലോക്കൽ കേസാണിത്. അപ്പൊ അതിൽ വെക്കുമ്പോൾ ഇത് അത്ര ഈക്വൽ അല്ല. തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ തമ്മിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം. അപ്പോ നമുക്ക് എല്ലാത്തിലും അങ്ങനെ വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കണക്ഷൻ ഇവിടുന്ന് വയറിങ് ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ കൺട്രോളുകൾ കണക്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ വയറിങ് മാറ്റി കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ളതിന് ഏറ്റവും എളുപ്പ വഴിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കൺട്രോൾ ഇങ്ങനെ വെക്കുന്നതിന് പകരം കൺട്രോൾ ഇങ്ങനെയാണ് നമ്മളെ ബോർഡിലെ കണക്ഷനിൽ വരിക. അത് നേരെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ആയിരിക്കും. അതാണ് നേരത്തെ ഞാൻ കാണിച്ച ആ ഉപയോഗിച്ച് ഫോട്ടോയിൽ നിങ്ങൾ കണ്ട തംബ്നെയിലിൽ കണ്ട ചിത്രം. അപ്പൊ ഇങ്ങനെ വെക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മളത് ഇങ്ങനെ വെക്കുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിന്റെ കണക്ഷൻ വയറിങ് കുഴപ്പം തെറ്റാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വെക്കുന്നതിന് പകരം നമ്മളത് ഇങ്ങനെ വെച്ചിട്ട് ഇതേ കണക്ഷനുകൾ ഇവിടെ കൊടുത്തതിന് ശേഷം നോബ് കേസിന് മുകളിൽ സ്ക്രൂ ചെയ്യുക. അപ്പോൾ നമ്മൾ വയറിങ് തെറ്റാതെ വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഒരു എളുപ്പ വഴി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ LM324N ഫസ്റ്റ് പിന്ന്, അതായത് ഇതാണ് ഫസ്റ്റ് പിന്ന്, ICന്റെ ഫസ്റ്റ് പിന്ന്. ഈ ഫസ്റ്റ് പിന്നാണ് നമ്മളുടെ ഈ കൺട്രോളിന്റെ ഈ ഭാഗത്ത് വരിക. അതായത് നമ്മൾ കൺട്രോൾ ഷാഫ്റ്റ് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് പിന്ന് വരുന്നത്, ഈ ആദ്യത്തെ പിന്ന് വരുന്നത് നമ്മൾ LM324N ഫസ്റ്റ് പിന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് വലിയ തെറ്റൊന്നും വരില്ല. അത് പ്രിന്റ് ട്രാക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയാൽ മതി. അത് ഫസ്റ്റ് പിന്നിൽ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ എത്തും, മറ്റേത് ഇവിടെ എത്തും. LM324 ICന്റെ ഔട്ട്പുട്ട് പിന്നുകളാണ് ഇതിൽ രണ്ടിലും വരുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ റെഡി കേസുകളിൽ അങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ ചില ആമ്പുകളിൽ സെറ്റ് ചെയ്യാൻ ഇങ്ങനെ ഡുവൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് മോണോ ആയിട്ട് ഉപയോഗിക്കണം. ഒരു വോളിയം, ഒരു ബാസ്, ഒരു ട്രിബിൾ. അതേപോലെ തന്നെ ലെഫ്റ്റ് ചാനൽ വോളിയം, ലെഫ്റ്റ് ബാസ്, ലെഫ്റ്റ് ട്രിബിൾ. അതേപോലെ തന്നെ റൈറ്റ് വോളിയം, റൈറ്റ് ബാസ്, റൈറ്റ് ട്രിബിൾ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് വയറിംഗ് എടുത്തേ പറ്റൂ. നമ്മളിത് ഡയറക്റ്റ് കേസിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ വയറിംഗ് എടുക്കാനൊക്കെ ഉള്ള കൺഫ്യൂഷൻ മാറാൻ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഈ വരുന്ന വയർ നമ്മൾ കൺട്രോൾ ഇങ്ങനെ വെക്കുന്നതിന് പകരം ഇത് നേരെ തിരിച്ച് കണക്ട് ചെയ്താൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ കൺട്രോളിലേക്ക് സിഗ്നൽ നമ്മൾ എപ്പോഴും ഇൻപുട്ട് സിഗ്നൽ ഡയറക്റ്റ് നമ്മളെ സിഗ്നലാണ് നമ്മൾ ആ സാധാരണ കൊടുക്കാറ്. ഇപ്പൊ ബ്ലൂടൂത്ത് പാനൽ ബോർഡ് ഒക്കെ ഓക്സിൻ അതൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഇൻപുട്ട് കൊടുക്കുക. ഇവിടെ 12 വോൾട്ട് ആണ് വോൾട്ടേജ് കൊടുക്കുക. അവിടെ ഡയറക്റ്റ് ഇൻപുട്ട് കൊടുക്കുക. ഈ ഔട്ട്പുട്ട് എടുത്ത് ഡയറക്റ്റ് വോളിയം കൺട്രോളിൽ കണക്ട് ചെയ്യാം. വോളിയം കൺട്രോളിന് വേണം പവർ ആമ്പിലേക്ക് കണക്ട് ചെയ്യാം. അതിപ്പോ ഒരുവിധം എല്ലാ ബോർഡുകളിലും വരുന്നത് അങ്ങനെ തന്നെ വരിക. ഇതിപ്പോ ഈ ബോർഡിൽ ഇത് 4440 ബോർഡാണ്. ഈ ബോർഡിൽ വരുന്നത് ലെഫ്റ്റ്, ഗ്രൗണ്ട്, റൈറ്റ്. അതിന്ന് ഈ കൺട്രോൾ ഒക്കെ ചെയ്തതിന് ശേഷമാണ് വോളിയം ഇവിടെ വരുന്നത്. വോളിയത്തിൽ നിന്ന് ഡയറക്റ്റ് ICയിലേക്ക്. അതെല്ലാ ബ്രാൻഡുകളിലും എല്ലാവർക്കും ശരിക്കും അതിന്റെ യഥാർത്ഥ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ബാസ് ട്രബിളിന്റെയും എല്ലാത്തിന്റെയും ഔട്ട്പുട്ട് ആണ് ഏറ്റവും ലാസ്റ്റ് ആണ്
കൺട്രോൾ വെച്ചിട്ട് നമ്മൾ പവർ ആമ്പിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിപ്പോ കണ്ടത് നമുക്ക് പല കേസുകളിലും പലതരത്തിലുള്ള കൺട്രോൾ, പലതരത്തിലുള്ള ബോർഡുകൾ വെച്ചാൽ നമുക്ക് നമ്മളുടെ കേസിന് ഫിക്സിംഗ് ആയിട്ട് നല്ല സൂട്ടബിൾ ആയ ബോർഡുകൾ വാങ്ങാൻ കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് എളുപ്പത്തിലും നല്ല നീറ്റിലും നമുക്ക് നമ്മളെ ആംപ്ലിഫയർ സെറ്റ് ചെയ്തെടുക്കാം. അതാകുമ്പോൾ സുഖമാണെങ്കിൽ നമ്മളെ കണക്ഷൻ നല്ല നീറ്റ് ആയിരിക്കും, ബോർഡിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, വയറിംഗ് ഉണ്ടാവില്ല, ഹമ്മിങ് ഇസ്സിങ് ഒക്കെ കുറയും, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കൈ കെട്ടൊക്കെ അയച്ച് നമ്മളെ ഒരു ചെറിയ പരുക്ക് പറ്റിയിരുന്നു കട്ടർ പിടിച്ചിട്ട്. അപ്പോൾ കെട്ടയച്ച്, പക്ഷെ എൻ്റെ ഈ വിരല് ഇങ്ങനെ ആവില്ല, ഇത് നിൽക്കും പോലെ ഇങ്ങനെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കില്ല, ഇങ്ങനെ നിൽക്കുള്ളൂ. എനിക്ക് ശ്രമിച്ചാൽ എനിക്ക് ഈ ഭാഗം ഇളകുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഒരുവിധം എല്ലാവരും ഈ കൈ പറ്റിയതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ തന്നായിരുന്നു. അതായത് എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ, മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ മുറിവൊക്കെ നന്നാക്കി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപയോഗിച്ച് പഠിക്കണം, ഫിസിയോതെറാപ്പി അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജിൽ പോകാമെന്ന് ആലോചിക്കുമ്പോൾ ഒരു ഭയമുണ്ട്. പോയി കഴിഞ്ഞ് സമ്പർക്കം കൊണ്ട് കൊറോണ വന്നാലോ എന്നുള്ള ഒരു പേടിയുണ്ട്. ഞാൻ വല്ലാതെ കൊണ്ട് അടുത്ത് പോയില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഫിംഗേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അശ്രദ്ധ എന്നും പറയാം. ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് അശ്രദ്ധയാണ് എനിക്ക് ഇത് പറ്റാൻ കാരണം. അപ്പോൾ ഇലക്ട്രിക്കൽ പണികളിൽ മാത്രമല്ല, എല്ലാ പണികളിലും ഇങ്ങനെ അശ്രദ്ധ കൊണ്ട് ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ആവാനുള്ള സാഹചര്യം ആരും വരുത്താതിരിക്കുക. മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ച് പണിയെടുക്കുക. ഇലക്ട്രിക്കലിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ജസ്റ്റ് ഒരു കമ്പി ടച്ച് ചെയ്യാൽ അപകടം പറ്റും. നമ്മൾ തെറിച്ച് വീണ അപകടം പറ്റും. ഷോക്ക് അടിച്ചൊന്നും പറ്റിയില്ലെങ്കിലും തെറിച്ച് വീണ അപകടം പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ ഉപയോഗിച്ച് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു ശ്രമം. അപ്പോൾ ഇലക്ട്രോണിക്സ് പരമായിട്ടും ആംപ്ലിഫയർ സെറ്റിംഗ്, അങ്ങനെയുള്ള ഹോം തിയേറ്റർ, ആംപ്ലിഫയർ, സബ്വൂഫർ, അതിന് സെറ്റിങ്ങിന് പരമായിട്ടുള്ള മറ്റു വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ എല്ലാവരും പോയി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.